Hey guys and welcome back to Best Car Picks. 2019 കിയ ഇന്ത്യയിലേക്ക് വരുന്നത് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് നമ്മൾ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് ലൈൻ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്ലോപ്പ് ആയിരിക്കുന്ന വണ്ടികൾ ആക്ച്വലി വളരെ കുറവാണ്. നമുക്ക് ആദ്യം സെൽട്ടോസ് വന്നു 2019, അതിനുശേഷം പിന്നെ സോണറ്റ് വന്നു, കാർണിവൽ അത് കഴിഞ്ഞ് വന്നു, അതൊരു ഇച്ചിരി ചെറിയ രീതിയിൽ ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാരൻസ് വന്നു, പിന്നെ ഇപ്പോൾ കാരൻസ് ക്ലാവിസ് ഉണ്ട്, അതിനിടയ്ക്ക് സിറോസ് വന്നു. ഇതിൽ സിറോസും കൈൻഡ് ഓഫ് ഒരു ഫെയിലിയർ ആണ്, പക്ഷേ ബാക്കി വണ്ടികളെല്ലാം അത്യാവശ്യം നല്ലൊരു സക്സസ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും കിയ ഇനി ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന പുതിയൊരു വണ്ടിയാണ് നമ്മുടെ പുതിയ സൊറൻറ്റോ. ഇത് ഇൻ്റർനാഷണൽ വരുന്ന സെയിം ജനറേഷൻ തന്നെയാണ് അവർ ഇന്ത്യയിലും തരുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഈ വണ്ടി അവരുടെ ലോക്കലി മാനുഫാക്ചർ ആണ് ചെയ്യുന്നത്. എന്തോരം ലോക്കലൈസേഷൻ ഉണ്ട്, മാക്സിമം ലോക്കലൈസേഷൻ ആണോ, അതായത് ഒരു 80% അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടൊക്കെ ലോക്കലൈസേഷൻ ഉണ്ടോ, അതോ ഒരു 60-70% അടുത്തൊക്കെയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും വണ്ടി CBU അല്ല, CKD അല്ല, അതിനും മുകളിൽ കുറച്ചും കൂടെ ലോക്കലൈസേഷൻ ഓപ്പറേഷൻസ് ആണ് അവർ ഈ വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10-60 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഇറങ്ങും നിങ്ങൾ വിചാരിക്കേണ്ട. നമുക്ക് നല്ലൊരു കോമ്പറ്റേറ്റീവ് പ്രൈസിലായിരിക്കും കിട്ടുന്നത്. പ്രൈസും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഈ വണ്ടി സെപ്റ്റംബർ 4 ഇറങ്ങാൻ പോകുന്നത്. അതിന് മുന്നേ അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള സ്പെക്ക് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഫീച്ചേഴ്സ്, എഞ്ചിൻ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സെപ്റ്റംബർ 4 ഡയറക്റ്റ് പ്രൈസും പിന്നെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഒന്നും പറയത്രേ ഉള്ളൂ. ഏതായാലും ഒരു ഇപ്പോൾ ടീസ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. സോ ബേസിക്കലി നമുക്ക് ഈ വണ്ടി പുറത്ത് കിട്ടുന്ന അതേ ഡിസൈനിൽ തന്നെയാണ് കിട്ടുന്നത്. ഈ വണ്ടി 2023 വന്നത്. അതായത് കിയയുടെ പുതിയ ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന വണ്ടിയല്ല. നമ്മളിപ്പോൾ പുതിയ ജനറേഷൻ സെൽട്ടോസ് കണ്ടു, സിറോസ് കണ്ടു, ക്ലാവിസ് കണ്ടു. ഈ വണ്ടികളെല്ലാം ഓപ്പോസിറ്റ്സ് യുണൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഡിസൈൻ ഫിലോസഫിയിലാണ്. അതുകൊണ്ടാണ് കുറച്ച് വിയേഡായിട്ടുള്ള ഡിസൈനിലിരിക്കുന്നത്. ഈ വണ്ടി ഏതായാലും ആ ഒരു ഫിലോസഫിയിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് കാണാൻ വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഫ്രണ്ടിലാണെങ്കിലും LED DRLs, LED പ്രൊജക്ടർ ഹെഡ്, അതായത് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, LED ഫോഗ് ലാംപ്സ് ഉണ്ട്, ടൈഗർ നോസ് ഗ്രില്ലുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ടുള്ളൊരു പഴയ ഡിസൈൻ ഫിലോസഫിയാണ്. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 19 ഇഞ്ച് അലോയ് വീൽസ് കിട്ടുന്നുണ്ട്. സൈസ് എനിക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ എത്ര തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ശരിക്കും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 4815 mm ലെങ്ത് വരുന്നുണ്ട്, 1900 mm കറക്റ്റ് ഇതിന് വിട്ട് വരുന്നുണ്ട്, 1700 mm ഹൈറ്റ് ഉണ്ട്, 2815 mm വീൽ ബേസും വരുന്നുണ്ട്. സോ മൊത്തത്തിൽ അത്യാവശ്യം നല്ലൊരു സൈസുള്ള വണ്ടിയാണ്. അതല്ലാതെ നമ്മൾ റൂഫ് എടുക്കുകയാണെങ്കിൽ റൂഫ് വീൽസ് വരുന്നുണ്ട്, പാനോറാമിക് സൺ റൂഫ് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് പവർ ടെയിൽ ഗേറ്റ് അവൈലബിൾ ആണ്. ADAS ലെവൽ 2 അവർ ഇതിനകത്ത് കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഇത്രയൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് എക്സ്റ്റീരിയർ ഒരു ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ പുറത്തൊക്കെ കാണുന്ന സെയിം ഡിസൈൻ തന്നെയാണ്. ഈ വണ്ടി ഈ സെയിം പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതിന് ഇടയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. അവിടെയാണ് നമ്മുടെ ഫ്രണ്ടും പിന്നെ ഇൻറ്റീരിയർ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നായിരുന്നു. റിയർ ഡിസൈൻ വലിയ വ്യത്യാസമൊന്നുമില്ല, ഇറങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതും അത്യാവശ്യം നല്ല ഡിസൈനാണ്. നമുക്ക് ഇപ്പോഴത്തെ ടിപ്പിക്കൽ വണ്ടികൾ പോലെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. കുറച്ചൊരു ബോക്സി ഷേപ്പ് ടെയിൽ ലാംപ്സ് ആണ്, കുറച്ച് വലിയ ടെയിൽ ലാംപ്സ് ആണ്. പക്ഷേ എന്നാലും അഗൈൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെൽട്ടോസുമായിട്ടൊക്കെ കുറച്ച് സിമിലാരിറ്റി തോന്നുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. സൈസ് നല്ല വ്യത്യാസമുണ്ട്, കുറച്ച് കൂടുതലാണ് എന്ന് മാത്രം. സോ ഇതാണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ട്, ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ്, ഇന്ത്യൻ സ്പെക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ആണ് കേട്ടോ ഇവർ കാണിച്ചിരിക്കുന്നത്. സോ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീല്, ഡാഷ്ബോർഡ് ലേഔട്ട് എല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 12 ടോൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബേജ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്, വൈറ്റോ ഐവറി അങ്ങനത്തെ ഫിനിഷ് ഒന്നുമില്ല, പ്രോപ്പർ ബേജ് നമ്മുടെ പഴയ ഒരു കളർ. പിന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിൽ നമുക്ക് 4 സ്പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അകത്തും ഒരു ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് പുതിയതാണ്, ഇതും ഈ അടുത്ത് വന്നൊരു അപ്ഡേറ്റിൽ അവർ കൊടുത്തതാണ്. പിന്നെ നമുക്ക് ഡോർ പാഡ്സ്, അതുപോലെ മൊത്തത്തിൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ലേഔട്ട് ഇൻറ്റീരിയർ എല്ലാം അത്യാവശ്യം നല്ലൊരു പുതിയ ലേഔട്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് പഴയ ലേഔട്ടിലേക്ക് പോയിട്ടില്ല. പിന്നെ നമുക്ക് സിറോസിലും ഒക്കെ കിട്ടുന്ന പോലെ ഒരു ട്രിനിറ്റി ഡിസ്പ്ലേ ഒരു ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ഓട്ടോ AC-ക്ക് ആ 2 സ്ക്രീനിന് നടുവിലുള്ളൊരു കൺട്രോൾ പാനൽ ഇല്ല. അതിന് പകരം 12.3 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, 12.3 ഇഞ്ചസിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അങ്ങനെ 2 സ്ക്രീൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേത് സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അത് ഡ്രൈവർ നമ്മുടെ സീറ്റിലിരിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് അതിൻ്റെ വ്യൂ ബ്ലോക്ക് ചെയ്യും. സോ ആ ഒരു AC കൺട്രോൾസ് നമുക്ക് ആ നടുവിൽ വരുന്ന കൺട്രോൾ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴത്തായിട്ട് ഫിസിക്കൽ ബട്ടൺസ് വരുന്നുണ്ട്, അത് ഏതായാലും യൂസ് ചെയ്യാൻ പറ്റും. ഡ്യുവൽ സോൺ AC ഫ്രണ്ടിലുണ്ട്, അതുപോലെ ബാക്കിലും നമുക്ക് HVAC കൺട്രോൾസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇനി മൊത്തത്തിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, മസാജ് ഫംഗ്ഷൻ ഇതിനകത്ത് വരും എന്ന് പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ബോസ് മോഡ് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സിൻ്റെ ഓപ്ഷൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. അത് ഇടയ്ക്ക് വെച്ച് ഈ വണ്ടി ഒരു ടെസ്റ്റിംഗ് ഇമേജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ ഒരു ക്യാപ്റ്റൻ സീറ്റ്സ് വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബാക്കിൽ ഹെഡ് റെസ്റ്റ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇവർ വണ്ടി മൊത്തത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ, ഫ്രണ്ടിൽ നല്ല വലിയ ആംറസ്റ്റ് ഉണ്ട്, ബാക്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ആംറസ്റ്റ് ഉണ്ടാവും, ബെൻ സീറ്റ് ആണെങ്കിൽ നമുക്ക് അല്ലാതെ ആംറസ്റ്റ് ഉണ്ടാവും, അതായത് മറ്റേ നടുവിലത്തെ ആംറസ്റ്റ്. പിന്നെ സെൻറ്റർ കൺസോൾ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ കാണാൻ പറ്റും. അത്യാവശ്യം ഇവിടെയും ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്ക് ആ ഒരു ഗൺമെറ്റൽ ഫിനിഷ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇതൊന്നും അല്ലാതെ നമുക്ക് സാധാരണയായിട്ട് 360 ക്യാമറ, അതുപോലെ ആംബിയൻ ലൈറ്റ്സ്, 64 കളേഴ്സ് മിക്കവാറും ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഡിജിറ്റൽ IRVM വരും എന്ന് പറയുന്നുണ്ട്. ഡിജിറ്റൽ IRVM എന്ന് പറയുമ്പോൾ നമ്മൾ ഹാരിയർ റിവ്യൂലൊക്കെ കണ്ടില്ലേ, അതായത് ബാക്കിലത്തെ ഫീഡ് നമുക്കൊരു ക്യാമറ വെച്ചിട്ട് ഇൻസൈഡ് റിയർ വ്യൂ മിററിൽ ഒരു ഡിസ്പ്ലേ ചെയ്യും, നടുവിലത്തെ മിററിൽ. പിന്നെ വേറൊരു സംഭവം വരുന്ന കിയ AI ആണ്. അത് എക്സ്ക്ലൂസീവ് ആയിട്ട് വരാൻ പോകുന്നതും ഈ വണ്ടിയിൽ തന്നെയായിരിക്കും. അത് ഇൻഫാക്ട് നമുക്ക് ഗ്ലോബലി പോലും സറണ്ടോയിൽ ഇപ്പോൾ കിട്ടുന്നില്ല. ഇന്ത്യയിലാണ് ആദ്യമായിട്ട് കിയ AI ഡെബ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. ജസ്റ്റ് അതൊരു ഹിൻഡ് മാത്രമേ അറിയുള്ളൂ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അവരിതിൻ്റെ ലോഞ്ച് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ടീസേഴ്സിലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. സോ ഇത്രയാണ് നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ആ ഒരു ഏരിയയിൽ പറയാൻ പറ്റുന്നത്. പക്ഷേ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അതല്ല, ഇതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് ഈ വണ്ടിയിൽ അവർ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊന്ന് ഹൈബ്രിഡ് അവൈലബിൾ ആണ്, അതല്ലാതെ ഡീസൽ അവൈലബിൾ ആണ്. മിക്ക വണ്ടികളിലൊക്കെ ഇപ്പം ഡീസൽ നിർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സെഗ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ ടേറോൺ ഉണ്ട്, പിന്നെ ടിഗ്വാൻ ആർലൈൻ ഉണ്ട്, അല്ലാതെ കോഡിയാക്ക് ഉണ്ട്, പിന്നെ ഫോർച്യൂണറും ഗ്ലോസ്റ്ററും ഉണ്ട്. ഫോർച്യൂണർ ഗ്ലോസ്റ്ററിനകത്താണ് ആകെപ്പാടെ നമുക്ക് ഡീസൽ കിട്ടുന്നത്. പക്ഷേ അത് രണ്ടും നമുക്ക് ബോഡി ഓൺ ഫ്രെയിം വണ്ടികളാണ് വരുന്നത്. പക്ഷേ മോണോകോക്ക് വണ്ടികളെല്ലാം പെട്രോൾ ഓൺലി ആണ് ഇപ്പോൾ നിലവിൽ കിട്ടുന്നത്. ഏതായാലും അതിൽ നിന്നൊരു വ്യത്യാസം വന്നിട്ട് മോണോകോക്ക് പിന്നെ ജീപ്പ് മെറിഡിയൻ ഉണ്ട്, അതിനകത്ത് 2 ലിറ്റർ ഡീസൽ ഉണ്ട്. പക്ഷേ എന്തായാലും ഈ വണ്ടിയിൽ നമുക്ക് അതുപോലെ തന്നെ മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ അവർ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. 202 bhpയും 444 Nm ടോർക്കുമാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഡീസൽ വേണ്ട, ഹൈബ്രിഡ് വേണം, ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഹൈബ്രിഡ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് ഇന്റർനാഷണലി വരുന്ന സെയിം സ്പെക്ക് തന്നെയാണ് ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 1.6 ലിറ്റർ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അതായത് 238 PS ആണ് നമുക്ക് അതിനകത്ത് കമ്പൈൻഡ് ഔട്ട്പുട്ട് വരുന്നത്. സെൽഫ് ചാർജിങ് ഹൈബ്രിഡ് ആണ് കേട്ടോ. നമ്മൾ PHEV അതായത് വേറെ കൊണ്ട് കുത്തിയിടേണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആൻഡ് കമ്പൈൻഡ് ഔട്ട്പുട്ട് നേരത്തെ പറഞ്ഞാൽ പവറിൻ്റെ കേസിൽ 238 bhp ആണ്. ടോർക്ക് നമുക്ക് 380 Nm വരുന്നുണ്ട്. ഹൈബ്രിഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പുഷ് ബാക്ക് ഉണ്ടാകും, കാരണം ബാറ്ററി സിസ്റ്റ് വരുന്നുണ്ടല്ലോ, പിന്നെ ഇലക്ട്രിക് മോട്ടറും വരുന്നുണ്ട്. സോ അങ്ങനെ അത്യാവശ്യം നമുക്കിപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഹൈബ്രിഡ് എന്നുള്ളത്. അതേതായാലും ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെൽറ്റോസിൻ കെർട്ടലൊക്കെ കിട്ടും എന്നും പറയുന്നുണ്ട്. 1.5 ലിറ്റർ ഹൈബ്രിഡ് ആയിരിക്കും വരുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെ 2 ഹൈബ്രിഡ് സിസ്റ്റം അവർ ഇനിയിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെ നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്. സോ അതാണ് നമുക്ക് ഇതിനകത്ത് വരുന്ന പവർ ട്രെയിൻ ഓപ്ഷൻസ്. ഇത് കിയയുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് SUV ആയിരിക്കും ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പഷൻ എഞ്ചിൻ പവർഡ് വണ്ടികളുടെ കേസ് എടുക്കുമ്പോൾ. അതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് EV9 ഒക്കെ വരുന്നുണ്ട്. അതല്ലാതെ SUV എടുക്കുന്നില്ല എങ്കിൽ കാർണിവലും വരുന്നുണ്ട്. 60-65 lakhs എന്നാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് ഉണ്ടായിരുന്നത്. ഇനി ഈ വണ്ടിയുടെ പ്രൈസ് എത്രയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. പ്രൈസ് ഇപ്പോഴൊന്നും വന്നിട്ടില്ല കേട്ടോ ഒഫീഷ്യൽ. പക്ഷേ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസ് ഗസ് ചെയ്യപ്പെടുന്ന 30-35 lakhsൻ്റെ ഇടയിലായിരിക്കും എന്നാണ്. അത് അത്യാവശ്യം കോമ്പറ്റേറ്റീവ് ആണ്. കാരണം നമുക്കിപ്പം കോഡിയാക്കോ അല്ലെങ്കിൽ മറ്റേ ടൈറോണോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഒരു 40 lakhsന് അടുത്തൊക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടിയൊക്കെ ഇപ്പോൾ 36 lakhsന് അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഷോറൂം. പിന്നെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ഇതിനകത്ത് പെട്രോൾ ഹൈബ്രിഡ് കൊടുക്കുന്നുണ്ട്, ഡീസൽ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഡെഫിനറ്റ്ലി ചെയ്തുകൊണ്ടുണ്ടാവും. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ വണ്ടിയായിട്ട് പറയാൻ പോകാൻ പറ്റുന്നൊരു വണ്ടിയാണ് ഈ വരുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡിസ്കൗണ്ട് ഒക്കെ നോക്കി തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.